ഇന്ന് പമ്പുവിനെ കൊണ്ട് മുടി കുറച്ച് മുടി ട്രിമ്മാക്കാന്ന് കൊണ്ടുപോകാന്ന് നോക്കി. അപ്പോൾ ഇവന്ന് പോവാറാവുമ്പോൾ ഒരു പെയിൻറ് ബ്രഷ് പിടിച്ചോണ്ട് അനിയൻ കുഞ്ഞിനെ കല്യാണത്തിന് വേണ്ടി പെയിൻറ് ബ്രഷ് എടുത്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മളെല്ലാം ഇറങ്ങി. പിന്നെ ഇപ്പോ എന്താ വെച്ചാ പമ്പു എപ്പോഴും അമ്മൂമ്മയുടെ കൂടെ. ഈ ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിലെ ഇരുന്ന് അവർക്ക് അച്ഛൻ്റെ അമ്മയുടെ മാത്രം ഫേസ് കണ്ടിട്ട് മടുത്തായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് അപ്പൂപ്പ അമ്മൂമ്മയെ കണ്ട അവരുടെ കൂടെ നമുക്ക് ടാറ്റ പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇരിക്കും. അങ്ങനെ അമ്മൂമ്മയുടെ കൂടെ ഇരിക്കുക ഹെയർ കട്ടാക്കാൻ വേണ്ടി. അവൾക്ക് കൊഞ്ചിച്ചിരിക്കുക. അവനെ ആരും വേണ്ട, അപ്പൂപ്പ അമ്മൂമ്മ മതി. പിന്നെ നമ്മളുടെ അനിയൻ കുഞ്ഞിയുടെ കല്യാണം വരുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പമ്പുവിനൊരു ഹെയർ കട്ടാക്കാന്ന് കൊണ്ടുവന്നു. ഇത് ഫസ്റ്റ് ഹെയർ കട്ടാണ് കേരളത്തിൽ. ഇതുവരെ ചെയ്തതെല്ലാം കർണാടകത്തിലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഫസ്റ്റ് ഹെയർ കട്ട് പമ്പുവിടെ. പിന്നെ അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്നു. പിന്നെ ബൂവാന്ന് വെച്ച കവിൻ്റെ പാട്ട് വെച്ചിരിക്കുവാണെങ്കിൽ ചുമ്മാ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കറഞ്ഞതൊന്നും ഇല്ല. ലാസ്റ്റ് കുറച്ച് മുഖം ഇങ്ങനെ ആക്കി. പിന്നെ ഹെയർ കട്ട് നീറ്റായിട്ട് ചുമ്മാ ഇരുന്നു. എല്ലാവരും പോയി. അപ്പൂപ്പ അമ്മൂമ്മ ഞാനും പമ്പു 4 പേര് പോയി ഒരാളെ ഹെയർ കട്ടാക്കാൻ. അതേ കൊച്ചുകൾ വലിയതാവുമ്പോൾ ഞങ്ങളിങ്ങനെ പോകില്ലല്ലോ. പോയിട്ട് ഹെയർ കട്ടാക്കി വേടാന്ന് പറയുമായിരിക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ സമയത്ത് നമ്മൾ കൊച്ചുങ്ങളുടെ കൂടെ സമയം സ്പെൻഡാക്കിയാൽ നമുക്കും ഹാപ്പി, അവർക്കും ഹാപ്പി. പിന്നെ അപ്പൂപ്പനെ കുറച്ച് കാല് വേദനയാണ്. അങ്ങനെ കാലിനെ കെട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഹെയർ കട്ടിലാക്കി കുളിച്ചു. പിന്നെ പക്കത്തെ വീട്ടിൽ പോവാൻ നോക്കിയിരിക്കുക. അവിടെ അവൻ്റെ സുഹൃത്തുണ്ട്. അല്ലോടല്ലേ അണ്ണാ? പിന്നെ ഞങ്ങളുടെ പമ്പു വാട്ടർമെലൺ കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സ്റ്റൈൽ കണ്ടോ. പീസാക്കി കൊടുത്തപ്പോൾ കഴിക്കത്തില്ല, എടുത്ത് കളയും. ഇങ്ങനെ ചുമ്മാ വെച്ചപ്പോൾ വന്ന് കഴിക്കും. എന്താല്ലേ കൊച്ചുങ്ങളുടെ. ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നും കൊച്ചുങ്ങളുടെ ലൈഫേ നല്ലതാണ്. അവർ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. പിന്നെ വാട്ടർമെലൺ കഴിച്ച് കുറച്ച് ഉറങ്ങി.